അനീതിക്കും അക്രമത്തിനുമെതിരെ കർശന നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. 2019 CA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് കലാപമുണ്ടാക്കിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കലാപക്കേസിലെ പ്രതികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ അന്വേഷണം വീണ്ടും ആരംഭിക്കാനാണ് നിർദ്ദേശം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെയുണ്ടായ അക്രമ കേസുകളിലും പൊതുസ്വത്തിന് നാശനഷ്ടമുണ്ടായ കേസുകളിലുമാണ് നടപടി പുനരാരംഭിക്കുക. 2019 സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അക്രമത്തിൽ റെയിൽവേ സ്വത്തുക്കൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ കേസുകൾ പുനഃപരിശോധിക്കാനും ഉത്തരവാദികളെ തിരിച്ചറിയാനും അവരിൽ നിന്ന് നാശനഷ്ടങ്ങളുടെ ചെലവ് ഈടാക്കാനുമാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മുൻകാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുനഃപരിശോധിക്കാൻ ഭരണകൂടത്തിനും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലാപത്തിനിടെ റെയിൽവേക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ട്രെയിനുകൾ, സ്റ്റേഷനുകൾ, മറ്റു റെയിൽവേ ആസ്തികൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇത് റെയിൽവേക്ക് ഏകദേശം 93 കോടിയുടെ നഷ്ടമുണ്ടാക്കി. പലയിടത്തും ട്രെയിനുകൾക്ക് നേരെ തീവെപ്പും കല്ലെറിയലും നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില റെയിൽവേ സ്റ്റേഷനുകൾ തീവെച്ചു. സംരക്ഷണത്തിനായി വിന്യസിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസും റെയിൽവേ ഭരണകൂടവും ആ സമയത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പുനഃപരിശോധിക്കാനും നിരവധി കേസുകൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിലും ചില ഫയലുകൾ മുമ്പ് അവസാനിപ്പിച്ചിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ലഭ്യമായ തെളിവുകളുടെയും അന്വേഷണ രേഖകളുടെയും അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ തിരിച്ചറിയുകയും അവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രസക്തമായ നിയമങ്ങൾ പ്രകാരം നാശനഷ്ടങ്ങൾ ഈടാക്കുന്നതിനൊപ്പം കുറ്റവാളികൾക്ക് സാമ്പത്തിക പിഴകളും മറ്റു നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം. അതേസമയം ബംഗാളിൽ അധികാരത്തിലെത്തിയ BJP സർക്കാരിനെ പ്രശംസിച്ച് CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭാര്യ മീര ഭട്ടാചാര്യ രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്നത് പ്രശംസനീയമാണെന്ന് മീര പറഞ്ഞു. ABP ബംഗ്ലാ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പ്രശംസ. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് സർക്കാരിന്റെ ആത്മാർത്ഥതയ്ക്ക് തെളിവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിനായി ആര് പ്രവർത്തിച്ചാലും അവർ നമ്മുടെ ബഹുമാനം അർഹിക്കുന്നുണ്ട്. സുവേന്ദു അധികാരിയെ വ്യക്തിപരമായി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും ബംഗാളിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അദ്ദേഹം നിറവേറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മീര ഭട്ടാചാര്യ പറഞ്ഞു. ഇടതുപക്ഷ ഭരണത്തെയും തൃണമൂൽ ഭരണത്തെയും ഒരിക്കലും സമീകരിക്കരുതെന്നും അവർ പറഞ്ഞു. ഇടതുപക്ഷം ഭരിച്ച 34 കൊല്ലങ്ങളിൽ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടായി. കാർഷിക മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഭരിച്ച 15 വർഷം അതെല്ലാം നഷ്ടപ്പെടുത്തി. നന്ദൻ വിദ്യാസാഗർ, സേതു സാഹിത്യ അക്കാദമി, ശിശു കിഷോർ അക്കാദമി തുടങ്ങിയ നാഴികക്കല്ലുകളായ സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിച്ചത് ഇടതുപക്ഷമാണെന്ന് അവർ ഓർമ്മിപ്പിച്ചു. കൂടാതെ ഇടതുപക്ഷ ഭരണകാലത്താണ് ബംഗാൾ രാജ്യത്തെ മുൻനിര കാർഷിക സംസ്ഥാനമായി മാറിയതെന്നും അവർ അവകാശപ്പെട്ടു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.